ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. May the blessed name of our Lord be glorified. ഈ വിഷയ പഠനത്തിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Praise God that the Lord has enabled us to come to the 6th class in this series. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തം പ്രിയ സഹോദരൻ ഓർപ്പിക്കുകയുണ്ടായി. Our dear brother had reminded us of a summary of the classes that had taken place previously. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് വിശദീകരണങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. And so I don't want to give more explanations. ആത്മിക ഉണർവിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We are now thinking about what are the foundational truths of true spiritual revival. അതിൽ ഒരു കാര്യം സാമാന്യം വിശദമായി നാം ധ്യാനിച്ചു. And out of that one we thought about extensively. എഴുതപ്പെട്ട തിരുവെഴുത്തിൻ പ്രകാരം ജീവിക്കുന്നതാണ് ആത്മീക ഉണർവ്. The sign of true spiritual revival is when we live according to the written word of God. ദൈവവചനത്തിൽ കാണുന്ന എല്ലാ ആത്മീക ഉണർവിൻ ചരിത്രത്തിലും ഈ സുപ്രധാനമായ സത്യം നാം കാണുന്നുണ്ട്. In all the written scriptures we find this valid truth. അതുകൊണ്ട് നമുക്കും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാനുള്ള നല്ല നിർണയങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. And so we also have to make the good decisions to live according to God's word. ഈ ഭാഗത്ത് ഈ ക്ലാസ് അവസാനിപ്പിച്ചാലും അപൂർണതയില്ല. Even if we conclude these classes here, I believe that it is not going to be incomplete. കാരണം നമ്മുടെ കരങ്ങളിൽ പൂർണ്ണമായ തിരുവെഴുത്തുകൾ ദൈവം തന്നിട്ടുണ്ട്. Because the Lord has given us the complete scripture in our hands. അതൊരാൾ ശരിയായി ഉൾക്കൊണ്ട് പ്രായോഗികമാക്കുവാൻ തുടങ്ങിയാൽ അത് ആ വ്യക്തിയെ ആത്മീക തികവിലേക്ക് നയിക്കും. And as a person learns and puts that into practice, that will then lead him to true spiritual maturity. ആ വ്യക്തിയിലുള്ള എല്ലാ അപൂർണതകളും മാറ്റപ്പെടും. And all the incompleteness that is in that man will be turned to completeness. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് താൻ ഓരോ ദിവസവും അനുരൂപനായി തീർന്നുകൊണ്ടിരിക്കും. And he will also be conformed to the eternal image of the Lord Jesus Christ every day. എങ്കിലും നാം ഈ വിഷയത്തിൽ തുടർന്ന് 1-2 സത്യങ്ങൾ കൂടി ചേർത്ത് ചിന്തിക്കുകയാണ്. But there are one or two more truths that we need to think in connection to this. ഇന്നത്തെ പാഠത്തിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഉപദേശപരമായും ജീവിതപരമായും വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ് ആത്മീക ഉണർവ്. True spiritual revival, the sign is that when we live according to the doctrinal scripture and according to the holiness of God's scripture. ചില നാളുകൾക്ക് മുമ്പ് അജ്മാൻ അസംബ്ലിയിൽ വന്ന് വിശ്വാസിയുടെ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് ഞാൻ വിശദമായ പാഠങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിക്കുന്നു. I believe that a few years back when I came to Ajman Assembly, I had spoken about the holy life of the believers. ഈ പാഠത്തിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ജീവിതവും ആത്മീക ഉണർവുമായിട്ടുള്ള ബന്ധമാണ്. But in this lesson, we are going to study the connection between spiritual revival and holy life. ഉണർവുണ്ടായ കാലത്തെല്ലാം അശുദ്ധിയെയും അധർമ്മത്തെയും വിട്ടൊഴിഞ്ഞ് ദൈവമക്കൾ വിശുദ്ധരായിട്ട് ജീവിക്കുകയായിരുന്നു. In all the times when there was revival, God's people let go of immorality and wickedness and clung to God. എത്രത്തോളം അശുദ്ധിയുടെ അധപ്പതനം ഉണ്ടായാലും ഉണർവുണ്ടാകുമ്പോൾ വലിയ രൂപാന്തരത്തിലേക്ക് ജീവിതങ്ങൾ വരുവാൻ ഇടയായിട്ട് തീരും. How much ever there is uncleanness in the lives of people, when true spiritual revival comes, that will be moved away and they will move on to holiness. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് സമാഗതമായിരിക്കുന്ന നാളുകളിൽ അധർമ്മത്തിന്റെ അശുദ്ധിയുടെ വലിയ അതിപ്രസരം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
In these days when the Lord's coming is very near, we see the extensive immorality and uncleanness within our societies. സുവിശേഷം 17-ാം അധ്യായത്തിൽ 26-30 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഈ സത്യം വളരെ വ്യക്തമായിട്ട് മുന്നറിയിക്കുന്നുണ്ട്. Luke's Gospel 17:26-30. Luke's Gospel 17 verse 26 to 30, the Lord very clearly mentions this. ഇവിടെ നമ്മുടെ കർത്താവ് നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയും മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് മുന്നറിയിക്കുകയാണ്. The Lord very clearly says that the day of the Lord will be like the time of Noah and like the time of Moses. ഞാൻ അതിൽ നിന്ന് ഒരു സത്യം ഈ വിഷയത്തിന്റെ ആമുഖമായിട്ട് ഓർപ്പിക്കട്ടെ. And from that passage, I want to point out one truth as an introduction to our lesson today. ഈ രണ്ട് കാലഘട്ടത്തിലും കുത്തഴിഞ്ഞ ധാർമ്മികതയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. In those verses, during the time of Noah and during the time of Lot, we see a lot of immorality in that place. പക്ഷേ ആ കാലഘട്ടത്തിലും ദൈവമകനായിരുന്ന ലോത്തും കുടുംബവും എത്രയോ വിശുദ്ധമായ ജീവിതത്തിന്റെ സാക്ഷ്യം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു. But even during those times, the holy man, Lot, they were able to keep their lives holy before God. പേര് മാറിപ്പോയോ? നോഹയും കുടുംബവും എത്രയോ വിശുദ്ധമായ സാക്ഷ്യം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു. So Noah and his family, they were able to maintain that holy lives even in the midst of great immorality. പക്ഷെ ലോത്തും കുടുംബവും അവരും വിശ്വാസികളായിരുന്നു. Lot and their families, they were also people of faith. പക്ഷെ അവര് ആ അശുദ്ധിയോട് ഇടകലർന്ന് ഇടപഴകി ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. But they mingled and they conformed to the immorality around them. ഇങ്ങനെ പറയട്ടെ, അധാർമികതയുടെ അതിപ്രസരം ഉണ്ടെങ്കിലും നോഹയെയും കുടുംബത്തെയും പോലെ വിശുദ്ധിയോടെ ദൈവകൃപ അനുഭവിച്ച് നമുക്കും ഈ തലമുറയിൽ ഉണർത്തപ്പെട്ടവരായിട്ട് ജീവിക്കാം. And so we can say like this, even in the midst of great immorality and uncleanness around us, like Noah, we can also cling on to God's word and live holy lives. ലോത്തിന്റെ ജീവിതം നമുക്കൊരു ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് ഇരിക്കുന്നത്. The life of Lot is a strong warning to us. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഈ തലമുറയുടെ അശുദ്ധിയിലേക്ക് ഇടപഴകി ജീവിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. If we are not careful, we can also fall into the immorality of these times. ഈ അടുത്ത നാളുകളിൽ എനിക്ക് ഏറെ പ്രകാശിതമായി തോന്നുന്ന ഒരു സത്യം ഞാൻ ഇവിടെ ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. There is a truth that I want to say that really enlightened me these days. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ അധാർമികത നിയമാനുസൃതമായി തീർന്നിട്ടുണ്ട്. Now in certain countries, these immoral things have become legal. ധാർമ്മികമായി ദൈവിക പ്രമാണങ്ങൾ തെറ്റിക്കുന്നവർക്ക് പ്രത്യേകിച്ച് രാജ്യത്ത് ശിക്ഷയൊന്നും കിട്ടുന്നില്ല. And those who misuse or disobey the laws of God in the country, they are not being punished legally. പക്ഷേ ദൈവത്തിന്റെ പ്രമാണം സൂക്ഷിക്കുന്നവർക്ക് ഏത് ചീത്തയായ തലമുറയിലും വിശുദ്ധരായിട്ട് ജീവിക്കാൻ സാധിക്കും. But those who keep on to the moral laws of God in any generation, they can live holy lives. അശുദ്ധിയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും വിശുദ്ധരായി സാക്ഷ്യം വഹിക്കാം എന്നുള്ളതാണ് ദൈവാത്മാവ് നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ പ്രമാണം. Even when the winds of unholiness come and barge against us, even then we can live lives that are holy before God. That is what the word of God teaches us. ഉദാഹരണം ഞാൻ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ. Let me point out one from the Sermon on the Mount. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങളിൽ വളരെ മനോഹരമായ ഒരു ധാർമ്മിക പ്രമാണം നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. In Matthew chapter 5 and verse 27 and 28, the Lord is teaching us a very important principle.
പരിചയമുള്ളൊരു വാക്യമെങ്കിലും ഞാനതൊന്ന് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. Matthew 5:27 and 28. ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച അനുഗ്രഹീതമായ ധാർമ്മിക പ്രമാണം നാം വായിക്കുകയാണ്. Here in these words, we see the Lord teaching us a very blessed moral principle. എത്ര അധാർമികത വളർന്ന ഒരു തലമുറയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലും ഈ പ്രമാണം സൂക്ഷിച്ചാൽ ധാർമ്മിക മേഖലയിൽ വിശുദ്ധനായിട്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. However immoral the society around us is, but as a child of God, if we hold on to these words of the Lord, we can live holy lives. നമ്മുടെ ചുറ്റും അധർമ്മം വർദ്ധിച്ചു വരുന്നത് നാം അധർമ്മത്തിൽ ജീവിക്കുന്നതിന് ഒരിക്കലും ന്യായമായിട്ട് തീരാൻ പാടില്ല. Dearly beloved, when immorality is increasing around us and becoming so common, that is not a reason for us to conform to that immorality. ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങളിൽ വലിയ സത്യം നമ്മൾ കാണുന്നുണ്ട്. In Philippians chapter 2 verse 14 and 15 we see this great truth. നാം ജീവിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിലാണ്. We are living in a wicked and perverse generation. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരുടെ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. But even in the midst of that, we hold fast of the word of life and that we live as lights in the world. അതുകൊണ്ട് വല്ലാത്ത ഈ തലമുറയിൽ വിശുദ്ധരായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so in this perverse generation, let us live holy lives and please the Lord. ഉണർവും വിശുദ്ധ ജീവിതവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. There are so many verses that give the connection between a spiritual revival and holiness. ഇന്ന് രാത്രിയിൽ നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തെ അധികരിച്ചാണ് ഈ പാഠം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. But tonight we are going to look at 1 Corinthians chapter 15 and verse 34 for our lesson today. നീതിക്ക് നിർമ്മലരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. Become sober-minded as you ought and stop sinning, for some have no knowledge of God. I speak this to your shame. ഇവിടെ വളരെ ശക്തമായി ദൈവാത്മാവ് നൽകുന്ന സന്ദേശം, നീതിക്ക് നിർമ്മലരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. Here the Spirit of God is very strongly giving us this message: become sober-minded as you ought and stop sinning. ഈ വാക്യത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടാണ് ഞാൻ ഈ സന്ദേശത്തിൽ ശ്രമിക്കുന്നത്. From this message tonight, I want to find answers to 2 questions. ആദ്യത്തെ ചോദ്യം, എന്തിനായിട്ടാണ് ഉണരുന്നത്? The first question is, for what do we have to awaken? നീതിക്കായിട്ട് ഉണരണം. We have to awaken for righteousness. അതെന്താണ് അർത്ഥമാക്കുന്നത്? What do we mean from that? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ വളരെ എളുപ്പമുണ്ട്. It is very easy to find the answer to that question in the context of 1 Corinthians chapter 15. ഈ അധ്യായം മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും ആണല്ലോ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. This chapter mainly talks about the resurrection of the dead and the resurrection of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ദൈവമക്കൾക്ക് ലഭിച്ച നീതീകരണത്തിന്റെ നിശ്ചയമാണ്. And the resurrection of the Lord Jesus Christ is the assurance that the believers have. നാം പാടിക്കേട്ട ആദ്യത്തെ പാട്ടിൽ ഈ മനോഹരമായ സത്യമുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. In the first song that we sang today, we could hear this wonderful theme. റോമലേഖനം 4-ാം അധ്യായത്തിന് 24-25 വാക്യങ്ങളിൽ
ഈ അനുഗ്രഹീതമായ സത്യം നാം വായിക്കുകയാണ്. We see this great truth in Romans chapter 4 and verse 24 and 25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കടക്കിടുവാനുള്ളതാകയാൽ തന്നെ. But for our sake also, to whom it was credited as those who believed in him, who raised Jesus our Lord from the dead, he who was delivered over because of our transgressions and was raised because of our justification. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ നമ്മുടെ നീതീകരണത്തിന്റെ നിശ്ചയമാണ് ദൈവാത്മാവ് നമുക്ക് തരുന്നത്. Through the resurrection of the Lord Jesus Christ, we have received the conviction, the assurance of our holiness or righteousness in Christ. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളാണ്. By faith, we are children of God who have been justified. നാം നീതീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതിന്റെ നിശ്ചയമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. And when we were justified in Christ Jesus, all our sins were forsaken, and that is the assurance that we have through the resurrection of Jesus Christ. അതുകൊണ്ട് 17-ാമത്തെ വാക്യത്തിൽ ആ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ. In 1 Corinthians chapter 15 and verse 17, the Spirit of God very clearly mentions that truth. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. If Christ has not been raised, your faith is worthless. You are still in your sins. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ടു, നാം നീതീകരിക്കപ്പെട്ടവരായി തീർന്നു എന്നുള്ളതായ വലിയ സത്യം നാം ഇവിടെ ഉൾക്കൊള്ളുകയാണ്. And so, because the Lord Jesus Christ was raised, all our sins are forgiven and we have become justified before God. എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു സത്യം ഞാൻ ഇവിടെ ചേർത്ത് പറയാൻ ശ്രമിക്കുന്നു. I want to say a great truth that is still makes me to wonder. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടൊരു ദൈവ പൈതലിൽ യേശുക്രിസ്തുവിന്റെ നീതിയാണ് സ്വർഗത്തിലെ ദൈവം കണക്കെടുക്കുന്നത്. Of a believer who is justified through faith, the Father in heaven, he is seeing that through the justification received through his Son, the Lord Jesus Christ. ആ വലിയ സത്യം ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യമാണ്. And that truth is even now makes me wonder. ഞാൻ വായിച്ച വാക്യത്തോട് ചേർത്ത് ഇങ്ങനെ പറയട്ടെ. In connection to the verse that I read, I want to say like this. ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ ഉൾക്കൊള്ളേണ്ടതിനാണ് ഒരാൾ ഉണർത്തപ്പെടുന്നത്. When a person is revived, he is revived so that he will come to the realization of this great truth. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം ഇത്രത്തോളം ഉന്നതമായ പദവിയിലേക്കാണ് സ്വർഗത്താൽ കൊണ്ടുവരപ്പെട്ടതെന്നുള്ളതായ തിരിച്ചറിവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. And so, dearly beloved, let the Spirit of God lead us to the realization that we have been brought to such a wonderful and high place through the justification by faith. ഇവിടെ നാം മറ്റൊരു സത്യം കൂടി ചേർത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. There is another truth that we need to think along with this. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ എത്ര നീതിയോടെ ജീവിക്കണം? Those who have been justified by faith, how holy they must be, they must lead their lives. അവർ സാമാന്യ നീതിയോടെ ജീവിച്ചാൽ മതിയോ? Is it just enough that they live with moderate holiness in their lives? അത് പോരാ എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. That is not enough. That is what the Word of God teaches us. പരീശന്മാരുടെ നീതിയോടെ ജീവിച്ചാൽ മതിയോ? Is it enough to live according to the holiness of the Pharisees? നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്നുള്ളതായ കാര്യം മത്തായി 5:20 നമ്മൾ വായിക്കുന്നുണ്ട്. In Matthew chapter 20, the Lord says that your faith is not going beyond the righteousness that the Pharisees and scribes are showing. അതുകൊണ്ട് ഉയർന്ന നീതിയുടെ നിലവാരത്തിൽ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്.
And so we have a great responsibility to live a very high standard of righteousness in our lives. മത്തായി 5:21-22 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നീതിയുടെ ഒരു ഉദാഹരണം നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. In Matthew chapter 5 and verse 21 and 22, the Lord gives an example of this righteousness. 21ാമത്തെ വാക്യത്തിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയാണ് പറയുന്നത്. In verse 21, he talks about the Pharisees and the scribes. കൊല ചെയ്യാതിരിക്കുന്നതാണ് പരീശരുടെയും ശാസ്ത്രിമാരുടെയും നീതി. The righteousness of the scribes and Pharisees is that they do not commit murder. പക്ഷെ നാം പാലിക്കേണ്ട കവിയുന്ന നീതി എന്താണെന്ന് അറിയാമോ? But you know what is that overcoming or more higher standard of righteousness? 22ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ സഹോദരനോട് കോപിക്കാതിരിക്കുന്നതും അവനോട് നിസാര അല്ലെങ്കിൽ മൂഢ എന്ന് പറയാതിരിക്കുന്നതുമാണ് കവിയുന്ന നീതി. That overflowing, abounding righteousness is what we see in verse 22, that we do not tell our brother, you are good for nothing or you are a fool. This is that overflowing righteousness. നാം ഈ വാക്യത്തിന്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നവരാണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. Before this verse, let us examine ourselves and see if we are indeed worthy. ഞാൻ അടുത്ത സ്റ്റെപ്പ് കൂടി പറയാൻ ശ്രമിക്കുകയാണ്. Let me talk about the next step. ഇത്രയും നീതിയോടെ ജീവിച്ചാൽ മതിയോ? Is it enough to live according to this much holiness? പോരാ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം അതിനപ്പുറമായ നീതിയെ നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. But we see another holiness beyond this in 1 John chapter 3 and verse 7. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. Little children, make sure no one deceives you. The one who practices righteousness is righteous. പ്രിയപ്പെട്ടവരെ, അവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. Just as he is righteous, and that he is talking about the Lord Jesus Christ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളായ നാം നമ്മുടെ കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. We who have been justified by faith, we need to live lives that is righteous according to the righteousness of our Lord Jesus Christ. ഇതാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ നീതിയുടെ നിലവാരം എന്ന് തിരിച്ചറിയാനായിട്ടാണ് ഞാനും നിങ്ങളും ഉണർത്തപ്പെടേണ്ടത്. And the reason for which you and me are being revived is so that we would realize that this is the standard of righteousness that God is expecting from us. ദൈവമക്കളെ, നമുക്ക് നീതിക്ക് നിർമ്മതരായി ഉണരാം. And so, dearly beloved, let us rise up to the righteousness. നാം യേശുക്രിസ്തുവിന്റെ നീതി സ്വർഗ്ഗത്താൽ കണക്കിടപ്പെട്ടവരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാം. Let us praise God that heaven has considered the righteousness of the Lord Jesus Christ. കർത്താവിന്റെ നീതിയോടെ ജീവിക്കുവാൻ സ്വർഗ്ഗം നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതായ വലിയ തിരിച്ചറിവിലേക്ക് ഉണർത്തപ്പെടാം. And let us awaken to the great realization that heaven is expecting us to live in the righteousness of the Lord Jesus Christ. അളവുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മിലുള്ള കുറവുകളെ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. When we are measured with this standard, may the Spirit of God enable us to see where we are. നാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. Let us come to the second question. എങ്ങനെ ജീവിക്കാനായിട്ടാണ് ഉണരുന്നത്? For what kind of lifestyle are we being awakened for? ഉത്തരം വളരെ വ്യക്തമായിട്ട് ആ വാക്യത്തിലുണ്ട്. And the answer to that question is there in the verse. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. 1 Corinthians 15 and verse 34, become sober-minded as you ought and stop sinning. പാപം ചെയ്യാതെ ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് പാപമോചനം ലഭിച്ചവരായ നാം ഉണർത്തപ്പെടേണ്ടിയിരിക്കുന്നത്. So that we would stop sinning. That is why we have been revived and we have been given the forgiveness of sins. വിശ്വാസികൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുകയില്ലെന്നുള്ള ദുരുപദേശമാണ് പിശാച് വ്യാപകമായിട്ട് പഠിപ്പിക്കുന്നത്.
The devil is extensively teaching that the believers can live a lives that is purely without sin. അതുകൊണ്ട് ലാഘവമായി പാപം ചെയ്തു പോകുന്നതിനുള്ളതായ വലിയ സാധ്യത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട്. And because of that, there is a great possibility that we can do sin very recklessly in our lives. രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഉണർന്ന് തങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നവർ പാപം ചെയ്യാതെ ജീവിക്കും. And so let me say like this, those who are awakened to true spiritual revival, they will live lives that is without sin. ഇത് തിരുവെഴുത്തിൽ കാണുന്ന വളരെ ശക്തമായൊരു സന്ദേശമാണ്. This is a great truth that we see from the scripture. ഞാൻ ഇതിന്റെ വിശദീകരണത്തെ രണ്ടായി തിരിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. I want to say the explanation for this in two ways. ഈ അനുഗ്രഹീതമായ കൽപ്പന നമ്മുടെ കർത്താവ് ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്. This wonderful commandment the Lord has given to us repeatedly. രണ്ട് പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ ഞാൻ ആ ബന്ധത്തിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. I want to point out two important passages. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒന്ന് യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ 8:11. John's Gospel chapter 8 and verse 14. ആ വാക്യത്തിലെ ആ വാക്കുകൾ നമുക്ക് വളരെ ഗൗരവമായിട്ട് കുറിക്കൊള്ളാൻ കഴിയേണ്ടതാണ്. പോക, ഇനി പാപം ചെയ്യരുത്. There it says, go and do not sin again. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എല്ലാവർക്കും തന്നെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. I believe that we know the context for this verse. ആദ്യത്തെ ആ അധ്യായത്തിന്റെ തുടക്കവാക്യങ്ങളിൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടാണ് കർത്താവ് ഈ കൽപ്പന പറയുന്നത്. The Lord is telling this commandment to the woman who was caught in adultery. അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതിനായി അവളുടെ മത നേതാക്കൾ കൊണ്ടുവന്നിരിക്കുകയാണ്. And this woman is brought before the religious leaders so that she can be stoned. ഞാൻ ഈ സംഭവം വായിക്കുമ്പോഴൊക്കെ ഓർക്കും, മതത്തിന് പാപിയെ പിടിക്കാനും ശിക്ഷിക്കാനും കഴിയും, രക്ഷിക്കാൻ കഴിയുകയില്ല. When I think about this passage, I always think that the religion, they can catch a sinner and they can bring that sinner forward, but they cannot condemn or pass a judgment. പക്ഷെ നമ്മുടെ കർത്താവിന് ഒരു പാപിയെ രക്ഷിച്ച് പുതിയൊരു ജീവിതം നൽകുവാനായിട്ട് കഴിയുന്നവനാണ്. Those religious leaders cannot save that sinner, but the Lord Jesus Christ, He is able to save that sinner and give a new life. കർത്താവിന്റെ പാപമോചന അധികാരം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. And at many times that power of the Lord Jesus Christ to forgive sin is repeatedly questioned. പക്ഷെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ പാപത്തിന് മോചനം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. But in world history, only the Lord Jesus Christ is able to give forgiveness for sin. അത് വിശദമായിട്ട് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ 3 വാചകങ്ങളിൽ അത് ചുരുക്കുവാൻ ശ്രമിക്കുകയാണ്. Though I want to tell it in detail, but I want to concise that in 3 words tonight. രക്ഷിതാവായിട്ട് ജനിച്ചവൻ കർത്താവ് മാത്രമാണ്. Only the Lord Jesus Christ was born as a savior. എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. And only the Lord has given His life for all mankind. നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. And it is only our Lord who was resurrected for the righteousness of many. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പോക എന്ന് പറഞ്ഞ് അവളെ സ്വതന്ത്രമായിട്ട് വിടുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. And so only the Lord Jesus Christ had the true authority to let go of this woman free. രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരിൽ കർത്താവിൽ നിന്ന് പാപത്തിന്റെ മോചനം പ്രാപിച്ച് പോക എന്നുള്ളതായ അനുഗ്രഹീതമായ ശബ്ദം കേൾക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കട്ടെ.
If tonight there is anyone listening to us who has not yet heard this free word of God that is letting you go, let the Lord Jesus Christ forgive your sins, and may you hear that voice of freedom in your life. ബാലനായിരിക്കെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എന്നോട് കർത്താവ് പോക എന്ന് പറഞ്ഞതായ അനുഗ്രഹീതമായ നിമിഷങ്ങൾ എന്നെ ഏറ്റവും ആവശ്യപ്പെടുത്തുകയാണ്. And when I was a young boy, the voice of the Lord Jesus Christ that told me to go and to be free, that is still giving me great zeal in my life. ഏതൊരു പാപി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമോ അവർക്ക് ഈ അനുഗ്രഹീതമായ ആഹ്വാനത്തിന്റെ അവകാശത്തിലേക്ക് വരാം. When a sinner accepts the Lord Jesus Christ as his personal savior, he can then come to the assurance of this great justification in Christ. പാപമോചനം ലഭിച്ച ഇവൾക്ക് ആദ്യം കിട്ടിയ കൽപ്പന ഇനി പാപം ചെയ്യരുത് എന്നുള്ളതാണ്. This woman who received the forgiveness for her sins, the first commandment that she received was, sin no more. ഈ പാപം ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അവൾക്ക് എത്രയോ നാളുകളായിട്ട് അറിയാവുന്നതാണ്. She knew for many years that this is a sin that she must not commit. പക്ഷേ അവൾക്ക് ആ പാപത്തിന്മേൽ വിജയം വരിച്ച് ജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല. But she was not able to be victorious over that sin in her life. പക്ഷേ ഇവളോട് കർത്താവ് ഇപ്പോൾ പറയുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത്. But to her the Lord is saying, go and do not sin anymore. ഇനി പാപം ചെയ്യരുത് ദൈവപുത്രൻ കൽപ്പിച്ചപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തിയും കൂടെ ആ വാക്കുകളുടെ പിമ്പിൽ ഉണ്ടായിരുന്നു. When the Lord says, do not sin anymore, He is also giving the power to live behind those words. As I was going through the scriptures today morning, I was thinking like this. It is the same voice that was going out in the creation of this universe. When the Lord said, let it be made, it was created. And it is the creator of this universe that is telling this woman, go and sin no more. Dearly beloved, when we accept the Lord Jesus Christ as our Savior, it is the same commandment that He has given us also. And when He gave us this commandment, He has also given the power to live without sin in our lives. And tonight, by faith, let us also awaken to receive this great and wonderful truth. When will the Lord tell her something that she is not able to keep? The Lord will never ask her to do something that she is unable to do. There are so many commandments of the Lord in the scripture. And on the foundation of all those commandments, I want to point out one truth tonight. A person is able to keep all the commandments that the Lord has given us. And when we find it difficult to keep a commandment of the Lord, the word of God says, come to the throne of grace. We know Hebrews chapter 4 and verse 16.
Therefore, let us draw near with confidence to the throne of grace so that we may receive grace and receive mercy and find grace to help in time of need. കൃപാസനത്തോട് അടുത്തിരുന്ന ഒരു ദൈവവൈതലിന് തത്സമയത്തുള്ള സഹായം ലഭിക്കും. When a person comes to the throne of grace, he will find help in the time of need. തത്സമയത്തുള്ള സഹായം വീണിട്ടുള്ള കിട്ടുന്ന സഹായമല്ല. The help that we get in the time of need is not that we receive in other times. പിന്നെ പാപത്തിൽ വീഴാതിരിക്കത്തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന സഹായമാണ് നമ്മുടെ കർത്താവിന്റെ സഹായം. And the help that we receive is the help that we need when we try to avoid falling into sin. 7-25 വാക്യം അത് ഉറപ്പിക്കുന്നുണ്ട്. Hebrews chapter 7 and verse 25 makes this more stronger. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു. Therefore he is also able to save forever those who draw near to God through him, since he always lives to make intercession for them. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Dearly beloved, our Lord Jesus is interceding for us in the presence of the Father. കർത്താവ് പക്ഷപാതം ചെയ്യുന്നതായ പക്ഷപാത ശുശ്രൂഷയുടെ ഒരു ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. In John's Gospel chapter 17 and verse 15, we see that intercediary ministry of the Lord Jesus Christ. അവരെ ലോകത്തിൽ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. And there we read in 15, I do not ask you to take them out of the world, but to keep them from the evil one. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏത് പാപത്തിന്മേലും വിജയം വരിച്ച് പാപം ചെയ്യാതെ ജീവിക്കുവാൻ ദൈവമക്കളായി നമുക്ക് സാധിക്കും. And so, dearly beloved, since the Lord is doing that intercediary ministry for us, we can also depend on him and lead lives that is without sin. നമ്മുടെ കർത്താവിന്റെ മരണം തന്നെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ കഴിയുന്നവരായി തീരേണ്ടതിന് വേണ്ടിയാണ്. Even the death of the Lord Jesus Christ was so that we would become victorious over sin and that we would live victorious lives. 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ മനോഹരമായി കാണുന്നുണ്ട്. We see that in 1 Peter chapter 2 and verse 24. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കത്തക്കവണ്ണമുള്ളതായ എല്ലാ സാധ്യതയും ദൈവം തന്നിട്ടുണ്ട്. And so, dearly beloved, the Lord has given us all the means to live without sinning. അതുകൊണ്ട് ഈ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, പോക, ഇനി പാപം ചെയ്യരുത്. And so the Lord tells this woman, go and do not sin anymore. ആ രണ്ട് വാക്കുകൾ കൂടി ചേർക്കുമ്പോൾ ഒരു അനുഗ്രഹീതമായ സന്ദേശം ദൈവാത്മാവ് നമുക്ക് തരുന്നുണ്ട്. When we combine those two verses together, the Spirit of God is giving us a wonderful message. പോക എന്നുള്ളതായ ആ വാക്ക് അവൾക്ക് എന്തോ ഒരു ആശ്വാസമായി. That word go, how much consolation it must have given to that woman to hear that word. അവൾ മരണം പ്രതീക്ഷിച്ചാണ് ആ ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നത്. She was standing in the midst of that crowd expecting death. പക്ഷേ കല്ലെറിയാൻ വന്നവരെല്ലാവരും പിരിഞ്ഞുപോയി. But all who came to stone her, they went away. കർത്താവ് അവളോട് പറയുന്നു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിലയേറിയ സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കുകയായിരുന്നു. And the Lord tells her, you go, and gives her that precious freedom that she deserves. ഞാനൊരു വലിയ സത്യം ഓർപ്പിക്കട്ടെ. Let me remind a great truth like this. തങ്ങൾക്ക് ലഭിച്ച പാപമോചനത്തിന്റെ വിടുതലിനെ തിരിച്ചറിയുന്നവർ പാപം ചെയ്യാതെ ജീവിക്കും. Those who realize the greatness of the forgiveness that they have received for their sins, they will indeed live without sin in their lives.
ദൈവമക്കളായ നമുക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു ദുര്യോഗം 2 പത്രോസ് 1:9 വായിക്കുന്നുണ്ട്. We see in 2 Peter chapter 1 and verse 9 the fault that we often find in our midst. അവിടെ നാം വായിക്കുന്നത് മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയ അവസ്ഥയാണ്. There we find that we have forgotten the purification of former sins. പ്രിയപ്പെട്ടവരെ, ആത്മീകമായി ഉണർത്തപ്പെട്ട ആളുകൾ ഓരോ ദിവസവും തങ്ങൾക്ക് ലഭിച്ച പാപമോചനത്തെ ആഘോഷിച്ച് ജീവിക്കുന്നവരായിരിക്കും. And so those who are indeed spiritually revived, they will celebrate the forgiveness of sins that they have received every day. അവർ രക്ഷയുടെ ഉറവിൽ നിന്ന് സന്തോഷത്തോടെ കോരിക്കുടിച്ച് ജീവിക്കുന്നവരായിരിക്കും. And they will happily draw from the source of salvation and drink it every day. ആ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് കോരുന്നവർക്ക് ആ പകൽ പാപം ചെയ്യാതെ ജീവിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ നൽകും. And the Heavenly Father will give the grace to take those from the salvation and drink it and be happy for that day. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമുക്ക് ലഭിച്ച പാപമോചനത്തിന്റെ മഹത്വം ഓർക്കുവാൻ, അതിന് നന്ദി പറയുവാൻ, അതിൽ സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകും. And so, dearly beloved, let us all come to the realization, the greatness of the forgiveness of sins that we have received, and let us come to a true realization of how vast that is. കർത്താവിന് കൽപ്പിച്ച മറ്റൊരു വേദഭാഗം കൂടി ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഓർപ്പിക്കുക. I want to point out another passage from the book of John. യോഹന്നാൻ 5:14 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. John chapter 5 and verse 14. Behold, you become well, do not sin anymore. അവിടെ നാം കാണുന്നൊരു കാര്യം, അവിടെ കർത്താവ് സൗഖ്യം കൊടുത്ത പക്ഷപാതക്കാരനെ ദൈവാലയത്തിൽ വെച്ച് കാണുമ്പോൾ അവനോട് പറയുന്ന കാര്യമാണിത്. There we see that the Lord is talking to the sick man that he had healed earlier. നമുക്കറിയാം, അവനോട് പറയുമ്പോൾ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. There the Lord is telling him, behold, you have become well, do not sin anymore, so that nothing worse happens to you. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ഇവന്റെ ജീവിതം എത്രയോ അരിഷ്ടമായൊരു ജീവിതമായിരുന്നു. Here when we look at it, how sad this man's life used to be. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതിനു വേണ്ടി ഞാനൊരു 4 വാചകങ്ങൾ അവിടെ നിന്നിട്ട് പൂർവാവസ്ഥയെ കുറിച്ച് പറയാം. I want to talk about in 4 words the previous depraved nature of this man to understand the context of this verse. ഇവൻ 38 വർഷമായിട്ട് രോഗം പിടിച്ചു കിടക്കുന്നവനായിരുന്നു. This man was ill for 38 years. കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പേ രോഗിയായി തീർന്ന മനുഷ്യൻ. He was a man who was sick even before the birth of the Lord Jesus Christ. ഇവന്റെ കൂടെയുള്ളവർ ആരായിരുന്നു എന്നുള്ളത് 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. In chapter 5 and verse 3 we see the people who were with him. വ്യാധിക്കാരും കുരുടരും മുടന്തരും ക്ഷയരോഗികളും ഒക്കെ ആയിരുന്നു ഇവന്റെ കൂടെ ഉണ്ടായിരുന്നത്. The people along with him were sick and blind and lame and withered. ഇവൻ വർഷങ്ങളായി സാധിക്കാത്ത ആശയോടെ നിരാശനായി കഴിയുകയായിരുന്നു. And he was sitting there depressed with a desire that cannot and would not ever be fulfilled. ആ കുളത്തിൽ ചാടിയാൽ സൗഖ്യം കിട്ടുമെന്നൊരു വിശ്വാസം അവനുണ്ട്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. He knew that if he jumped into this well, he would get healing, but in his life it never worked out. 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എനിക്ക് ആരുമില്ല എന്ന് കർത്താവിനോട് അവൻ ഒരു അർത്ഥത്തിൽ വിലപിക്കുക. In verse 7, in one way, he is crying out to the Lord, telling the Lord that I don't have anyone. ഇവിടെ നമ്മുടെ കർത്താവ് ഇത്രയും നിരാശനായ, ഇത്രയും ദുഃഖിതനായ ഈ മനുഷ്യന് ഒരു പുതിയ ജീവിതം കൊടുത്തു.
Here, the Lord Jesus Christ is looking at this very depressed and sorrowful man and is giving him a new life. നിന്റെ ജീവിതം എത്രത്തോളം തകർന്നതാണെങ്കിലും പണിയുവാൻ കർത്താവിന് കഴിയും. However destroyed your life may be, the Lord is able to build you up again. കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. അവൻ കിടന്ന Lord- കിടക്കയും എടുത്തു ജയാളിയായി നടന്നുപോയി. The Lord healed him. He picked up his pallet and he walked. ഉള്ളക്കരയിൽ നിരാശനായി കിടന്നവൻ സന്തോഷത്തോടെ ഇപ്പോൾ ദൈവാലയത്തിൽ കാണുകയാണ്. This man who was lying depressed on the side of that pool, now he is found with joy in the temple. അവന് കൊടുത്ത കൽപ്പന ഒരു മുന്നറിയിപ്പിൻ ഭയനിർദ്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ്. And the commandment that the Lord is giving him is indeed a forewarning to us. ഇനി പാപം ചെയ്താൽ അധികം തിന്മയായിട്ട് ഭവിക്കും. If you do sin again, something worse will happen to you. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ വളരെ കാതലായ ഒരു സത്യം ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And so, dearly beloved, tonight I want to talk about a very important truth. വിശ്വാസിയുടെ പാപത്തിന് കൃത്യമായ ശിക്ഷയും ന്യായമായ പരിണിത ഫലങ്ങളും ഉണ്ട്. For the sin of a believer, there is a reasonable judgment and a reasonable consequence for that sin. ഒരേ പാപം ഒരു വിശ്വാസിയും അവിശ്വാസിയും ചെയ്താൽ വിശ്വാസി ഈ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാനുള്ളതല്ല എന്നുള്ളതിനാൽ കൃത്യമായി ശിക്ഷിക്കപ്പെടും. And when a believer and an unbeliever does the same sin, because the believer is not going to be condemned in this world, he will receive the reasonable punishment for his sin in this world. അക്രമേശയുള്ള ബന്ധത്തിൽ 1 Corinthians 11 അധ്യായത്തിന്റെ 32 വാക്യത്തിൽ ഈ സത്യം വളരെ മനോഹരമായി നമ്മൾ കാണുന്നു. In 1 Corinthians chapter 11 and verse 32, we find this truth very clearly. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഭയത്തോടു കൂടി ദൈവമക്കളായ നമുക്ക് ജീവിക്കുവാൻ ദൈവാത്മാവ് കൃപ നൽകട്ടെ. And so, dearly beloved, may the Spirit of God help us to live with that great fear in our hearts. ഭക്തനായ ദാവീദ് തലമുറകൾക്ക് ഈ സന്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ്. The great man of God, David, is continuously giving this message to the generations. 1 സങ്കീർത്തനത്തിന്റെ 13 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. Sankirtanam. 13 Psalms 51 and verse 13. അവിടെ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിന്നിലേക്ക് മനം തിരിയും. Then I will teach transgressors your ways, and sinners will be converted to you. നമുക്കറിയാം, ദാവീദിനെ ഒരു ഉപദേശകനായിട്ട് നാം കാണുകയാണ്. There we see David as someone who is instructing to us. ഇന്ന് രാത്രിയിൽ ദാവീദ് നൽകുന്ന ഈ ഉപദേശം അതേ ഗൗരവത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. May the Spirit of God enable us to take the instruction that David is giving us with all seriousness. ദാവീദ് ഗുരുതരമായ പാപം ചെയ്തു. David did a unforgivable sin. പാപം മറയ്ക്കാനുള്ള പരിശ്രമത്തിൽ കൂടുതൽ പാപം ചെയ്തു. And in his efforts to cover up that sin, he did even greater sin. പാപത്തെ പ്രവാചകൻ വന്ന് ചൂണ്ടിക്കാണിച്ചു. And the prophet came and pointed out that sin to him. ദാവീദ് പാപം ഏറ്റു പറഞ്ഞു. David confessed that sin. യഹോവ പാപം ക്ഷമിച്ചു. And the Lord forgave his sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടിയെങ്കിലും പരിണിത ഫലങ്ങൾ കൊയ്യേണ്ടതായിട്ട് വന്നു. Though he escaped from the punishment of sin, he still had to reap the consequences of that sin in his life. 2 ശമൂവേൽ 12 അധ്യായത്തിന് 13-14 വാക്യങ്ങൾ നമുക്ക് ആ ബന്ധത്തിൽ ഒന്ന് വായിച്ചു പോകാം.
Shall we also read 2 Samuel chapter 12 and verse 13 and 14 in that connection? ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. We read 2 Samuel chapter 12 and verse 13 and 14. ഇവിടെ 14-ാം വാക്യത്തിലുള്ള ആ എങ്കിലും എന്ന പ്രയോഗം വളരെ ഭയത്തോടെ ഉൾക്കൊള്ളേണ്ടതാണ്. The word however in verse 14 is something that we have to really take into consideration. ദാവീദിന്റെ പാപം ദൈവം ക്ഷമിച്ചു. God forgave the sin of David. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദാവീദിന് വിടുതൽ കൊടുത്തു. And he delivered him from the punishment of that sin. ദാവീദ് പിന്നെയും രാജാവായി തന്നെ തുടർന്നു. David continued to be the king. പക്ഷേ ദാവീദ് താൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലങ്ങൾ ഒന്നൊന്നായി കൊയ്തെടുക്കുകയാണ്. But David, he is one by one reaping the consequences of that sin. ദീർഘമായ 8 അധ്യായങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വിശദമായിട്ട് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. And the Spirit of God in the continuous 8 chapters is giving to us a very clear picture. എനിക്ക് ഒരു താരതമ്യം വളരെ അതിശയമായി തോന്നുന്നു. One comparison here, I find it greatly wonderful. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ഒരു ഭക്തനായ മനുഷ്യന്റെ ധാർമ്മിക വിജയം നാം കാണുന്നു. In Genesis chapter 39, we see the moral victory that a person had achieved. യോസേഫിന്റെ വിജയമാണ് ആ അധ്യായത്തിലെ പ്രതിപാദനം. That chapter talks about the victory of Joseph in his life. രേഖപ്പെടുത്തുവാൻ ഒരു അധ്യായമാണ് ദൈവാത്മാവ് ഉപയോഗിക്കുന്നത്. And about the victory, we see the Spirit of God is talking in one chapter. പക്ഷേ ദാവീദിന്റെ പരാജയവും തുടർന്നനുഭവിച്ച പരിണതഫലങ്ങളും രേഖപ്പെടുത്തുവാൻ ദീർഘമായ 8 അധ്യായങ്ങളാണ് ദൈവാത്മാവ് ഉപയോഗിക്കുന്നത്. But to talk about David's failure and the consequences that he had to reap, we see 8 chapters the Spirit of God is using. ഇത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലാണ്. This is a great consideration that the Lord is having towards us. നമുക്ക് ആ ചരിത്രം വായിച്ച് ശക്തമായ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. We are able to read that history and we are able to take that as a forewarning in our lives. ദൈവമക്കളും ഒരു തെറ്റിദ്ധാരണയിൽ മുമ്പോട്ട് പോകാറുണ്ട്. Many times as children of God, we have this misconception in our lives. അപ്പം വന്നാലും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതിയല്ലോ, സാരമില്ലല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. We often think that when we do sin, we can confess that sin and that is enough. ദൈവം പാപം ക്ഷമിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ വളരെ കൃത്യമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. God will indeed forgive our sins, but then we will also have to bear the consequences of those sins in our lives. ദാവീദ് കടന്ന് അനുഭവിക്കേണ്ടി വന്ന പരിണിത ഫലങ്ങൾ വിരലുമടക്കി പറഞ്ഞ് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കും. I just want to quickly point out those consequences that David had to face in his life. ദാവീദിന് ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി. That child that was born to David, he died. ദാവീദിന്റെ അരുമയായ മകൾ താമാർ തന്റെ മകൻ അമ്നോനാൽ അശുദ്ധയായി. And his beloved daughter Tamar, she became unclean through his own son Amnon. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു. Absalom killed Amnon. അബ്ശാലോം സൂര്യന്റെ വെട്ടത്ത് മ്ലേച്ഛത പ്രവർത്തിച്ചു. And Absalom did what was evil in the sight of God. ദാവീദ് കൊട്ടാരത്തിൽ നിറങ്ങി കാടുകളിൽ അലയേണ്ടി വന്നു. David had to run out from the palace and he had to run through the wilderness.
അബ്ശാലോമിനെ യോവാബിന്റെ ബാല്യക്കാർ ചുറ്റും നിന്ന് അടിച്ചു കൊന്നു. Joab's servants, they beat Absalom to death. വ്യഭിചാരവും കൊലപാതകവും ദാവീദിന്റെ ഗൃഹത്തിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല. Adultery and murder is never going from the house of David. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നാം എത്രയോ ഭയത്തോടു കൂടി ഈ ചരിത്രം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. Dearly beloved, as children of God, how fearfully we need to consider this history. ഈ ചരിത്രം ഉൾക്കൊള്ളുന്നവർക്ക് ലാഘവമായി പാപത്തെ കാണുവാൻ കഴിയുകയില്ല. If those who consider this history, they cannot consider sin very carelessly. അവർ നടുങ്ങും, പാപം ചെയ്യാതിരിക്കും. They will be fearful and they will not do sin. 4-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണല്ലോ വായിക്കുന്നത്. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കും, ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. When we come to Psalms 4 and verse 4, we read that, tremble and do not sin. Meditate in your heart upon your bed and be still. ഉണർവിനോട് ചേർത്ത് ഇങ്ങനെ ഓർപ്പിക്കട്ടെ. And in connection to revival, let me remind like this. ഉണരുന്നവർ പാപത്തിന്റെ ശിക്ഷയുടെ പരിണിത ഫലങ്ങളുടെയും ഭയാനകത തിരിച്ചറിഞ്ഞ് നടുങ്ങും, പാപം ചെയ്യാതിരിക്കും. Those who are revived, they will understand the consequences of sin and the severity of sin, and they will live lives that is without sin. ശക്തമായ ദൈവഭയം ഈ ശിക്ഷയുടെ വിവരണത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. May the fearfulness of the consequences of sin indeed shudder our hearts tonight. 1-ാം അധ്യായത്തിലെ 16-17 വാക്യങ്ങൾ ഉദ്ധരിച്ച് ഞാൻ ഈ ഭാഗത്ത് മുമ്പോട്ട് പോകുകയാണ്. I want to move from this passage by pointing to 1 Peter chapter 1 and verse 16 and 17. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിയും. 1 Peter chapter 1 and verse 16 and 17, because it is written, you shall be holy, for I am holy. If you address as Father the one who impartially judges according to each one's work, conduct yourself in fear during the time of your stay on earth. ദൈവം തന്റെ മക്കളുടെ പാപത്തെ ശിക്ഷിക്കുന്നതും മുഖപക്ഷം കൂടാതെയാണ്. God is punishing the sins of his children impartially. മുഖപക്ഷത്തിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമെങ്കിൽ കിട്ടേണ്ടിയിരുന്നയാളാണ് ദാവീദ്. David was the one who, if there was any chance of being impartial, to receive that impartiality, David had to receive some partiality. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എത്ര ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടിയിരിക്കുന്നു. David, who was a man according to God's own heart, if he was punished in that way, dearly beloved, how carefully we need to lead our pilgrim lives in this earth. ആത്മീയമായി ഉണർത്തപ്പെടുന്നവർ അവർ ദൈവത്തെ ഭയപ്പെടും. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ അവർ വിറയ്ക്കുന്നവരായിരിക്കും. Those who are spiritually revived, they will fear God, and they will also be fearful before his word. നെഹെമ്യാവിന്റെ പുസ്തകത്തിലുള്ള ഉണർവിൻ ചരിത്രത്തിൽ ഈ വാക്കുകൾ എത്രയോ വട്ടം നാം വായിക്കുന്നുണ്ട്. In the book of Ezra and Nehemiah, how many times we see these passages repeatedly. ആ കർത്താവിന്റെ കൽപ്പനയുള്ള 2 വാക്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടത്. We saw 2 passages in connection with the Lord's commandment. അപ്പോസ്തലിക കൽപ്പനയിൽ 2 വാക്യങ്ങൾ കൂടി ഞാനൊന്ന് വേഗത്തിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാം. I want to point out 2 things from the doctrine of the apostles and quickly conclude. നാം വായിച്ച കുറിവാക്യം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെടുന്നതാണ്. The verse that we read is written by Apostle Paul. നീതിക്ക് നിർമ്മലരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. That is what we read. Become sober-minded as you ought and stop sinning. നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. Shall we come to 1 John chapter 2 and verse 1 and 2. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു.
ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. 1 John chapter 2 and verse 1 and 2. എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കും. The word of God that is written and given to us will help us not to sin. എന്തിനാണ് ഈ ലേഖനം എഴുതിയതെന്ന് ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്. The reason for which this epistle was written we see in verse 1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതും. My little children, I am writing these things to you so that you may not sin. ഇവിടെ വളരെ അടിസ്ഥാനപരമായ ഒരു സത്യം ഈ ലേഖന പശ്ചാത്തലത്തിൽ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. There is a foundational truth that we need to understand from the context of this epistle. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സത്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We see that from 1 John chapter 5 and verse 18. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. We know that no one who is born of God sins, but he who was born of God keeps him, and the evil one does not touch him. ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ ജന്മപ്രകൃതമാണ് പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത്. Those who are born of God, it is their nature that they do not sin. ഒരു ആട്ടിൻകുട്ടിയുടെ ജന്മപ്രകൃതമാണ് ചെളിയിൽ ചവിട്ടാതിരിക്കുക എന്നുള്ളത്. It is the true nature, inbuilt nature of a lamb that it does not step into the dirt. പക്ഷെ ഒരു പന്നിയുടെ ജന്മപ്രകൃതമാണ് ചെളിയിലേക്ക് ഓടി ഇറങ്ങുക എന്നുള്ളത്. But it is the natural behavior of a pig to run into the dirty mud. ദൈവമക്കളെ, പരമാർത്ഥതയോടെ ഇന്ന് രാത്രിയിൽ നമ്മിലേക്ക് തിരിഞ്ഞൊരു പരിശോധന ആവശ്യമുണ്ട്. Dearly beloved, sincerely let us turn back and look into our own lives. പാപം ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള പ്രകൃതം എന്നിൽ തന്നെ ഇല്ലെങ്കിൽ എന്റെ വീണ്ടും ജനനം സംശയത്തിന്റെ മുൾമുനയിലാണ്. If there is no natural tendency in me not to sin, then I should question my very born again experience. വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരേണ്ടതിന്റെ അനിവാര്യത ഇവിടെ പരമാർത്ഥമായി തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. May the Spirit of God enable us to understand the need to have that true born again experience. എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ പാപം ചെയ്യാത്തത്? Why is it that those who are born of God, they do not do sin? ഇതിന്റെ വേഗത്തിൽ രണ്ട് കാരണങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാം. I want to say quickly two reasons and conclude my class. ഒരു കാരണം 1 യോഹന്നാൻ 3-ന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. We see one reason in 1 John chapter 3 and verse 9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. No one who is born of God practices sin because his seed abides in him, and he cannot sin because he is born of God. ഇവിടെ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാതെ കാതലായൊരു സത്യം പറഞ്ഞു പോകട്ടെ. Without much explanation, let me just talk about the main truth here. പരിശുദ്ധനായ ദൈവത്തിന്റെ വിത്ത് ഒരു ദൈവവൈതലിൽ വസിക്കുന്നു എന്നുള്ളതിനാൽ പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ് അവന്റെ സ്വാഭാവിക പ്രകൃതം. Because the seed of the holy God dwells within a believer, his natural behavior is to live life without sin. അവൻ ജഡത്തിൽ ജീവിക്കുന്നവനാകയാൽ സൂക്ഷ്മത നഷ്ടപ്പെടുന്ന ചില സന്ദർഭത്തിൽ പാപത്തിൽ വീണുപോയേക്കാം. Because he is living in the fleshly body, maybe there can become opportunities where he will fall in sin. പക്ഷെ പ്രിയപ്പെട്ടവരെ, നാം ഈ സത്യം കണ്ട് ഉണരുവാൻ കഴിയട്ടെ. But let us see this truth and let us awaken.
പരിശുദ്ധനായ ദൈവത്തിന്റെ വിത്താണ് നമ്മിൽ വസിക്കുന്നത്. It is the seed of the Holy Father that is abiding in us. വിശേഷത്താൽ രക്ഷിക്കപ്പെട്ടപ്പോൾ എത്രയോ ഉന്നതമായ അനുഭവത്തിലേക്കാണ് ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. Because of the gospel, when we were redeemed, to what a great state we have been lifted up. നമുക്ക് ലഭിച്ച വീണ്ടും ജന്മ അനുഭവത്തിന്റെ മഹത്വം കാണത്തക്കവണ്ണം നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കട്ടെ, നാം ഉണർത്തപ്പെടട്ടെ. Let our eyes be opened to see the greatness, the marvelous nature of our born again experience, and let us be revived. എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാരണം, the second reason why we do not sin, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്ന വചനപ്രകാരം തന്നെത്താൻ സൂക്ഷിക്കും. he who is born of God, he will keep himself safe and pure by his word. വചനത്തിന്റെ മഹത്വം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചാകൊണ്ട് ഏറെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നില്ല. I don't want to go into much explanation because we indeed thought about the greatness of the word of God in our previous classes. 19 സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. Psalms 119 and verse 9, the word of God says that how does a young man keep his way? By hiding the word of God in his heart. വചനപ്രകാരം തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന് പാപം ചെയ്യാതെ നിർമ്മലനായിട്ട് ജീവിക്കാം. A person who is able to keep himself diligently and pure by the word of God, he can avoid living in sin. 11-ാമത്തെ വാക്യം കൂടി ഞാൻ ചേർത്ത് പറയുന്നു, 119:11. Shall we also read Psalms 119 and verse 11? നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. Your word I have treasured in my heart, that I might not sin against you. പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. Our subject is that we must not sin. പാപം ചെയ്യാതിരിക്കുന്നതിന് സങ്കീർത്തനക്കാർ എന്ത് ചെയ്യുന്നു? നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. And to not sin, the psalmist says that I have treasured your word in my heart. കർത്താവിന്റെ പ്രാർത്ഥനയിലും ഈ സത്യം യോഹന്നാൻ 17:17 വായിക്കുന്നുണ്ട്. In John chapter 17 and verse 17, we see the same truth in the prayer of the Lord Jesus. അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം. John 17, sanctify them in truth, your word is truth. ഉണർവിനുള്ള ബന്ധത്തിൽ അടുത്ത പ്രമാണം ഞാൻ ഇവിടെ പറഞ്ഞ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. The next principle I want to point out in connection to revival and conclude my class. ഉണർത്തപ്പെടുന്നവർ ഏത് വില കൊടുത്തും സത്യവചനം കാക്കാനാണ് ഉണർത്തപ്പെടുന്നത്. Those who are truly revived, they will give any price to hold on to the true word of God. വചനത്തോടുള്ള അനുസരണക്കേട് പാപമാണ്. The disobedience to the word of God is sin. തുടർമാനമായ അനുസരണക്കേട് ദൈവത്തോടുള്ള അകൽച്ചയ്ക്കും കാരണമാകും. And repeated disobedience is a reason to go far away from God. സംഖ്യ 14-ാമത്തെ വാക്യത്തിൽ ഈ സത്യം നമ്മൾ കാണുന്നുണ്ട്. We see this from Numbers chapter 14 and verse 34. അവിടെ വായിക്കുന്ന 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. There we read that that you will know that for many years you will be away from me, and you will see that I have found you far from me. ദൈവത്തോടുള്ള അകൽച്ച തളർച്ചയിലേക്ക് നയിക്കും. Our being far away from God is indeed making us weak in our lives. ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്ന് അകൽച്ചയിൽ തുടരുകയാണോ എന്നുള്ളത് എല്ലാ ഗൗരവത്തോടും കൂടി പരിശോധിക്കുവാൻ
ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so tonight, as we sit before the Word of God, let us examine and see if we are walking away from the Word of God, if we are far away from the presence of God in our lives. ഉണർവിനെന്നുള്ള സന്ദേശം ഏത് തളർന്നവനെയും തട്ടിമുണർത്തും. The message to be awakened will make any person who is sleeping to awake. ലാഭത്തോടെ പാപമേറ്റി പറഞ്ഞ് നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥന്റെ അടുക്കിലേക്ക് ആര് വരുമോ അവർക്ക് മാനസാന്തരപ്പെടാനും പാപമോചനം പ്രാപിക്കാനും സാധിക്കും. And with true repentance, when anyone comes before the presence of God and confesses his sin, he will be able to receive true forgiveness and redemption and justification in his life. നാണല്ലോ നാം ഉദ്യോഗന 2-1 വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കാണുന്നത്. And that is what we saw from the second portion of 1 John and chapter 2. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. Our Lord Jesus Christ has become a propitiation for our sins. അവിടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തം. And not for ours only, but also for those of the whole world. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ പരിശോധിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഈ കൽപ്പനയെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. And so let us examine our own lives and look at our sins, and may the Spirit of God enable us to confess them and find forgiveness and restoration in the sight of God. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The blood of the Lord Jesus Christ forgives us and cleanses us from all our sins. നീതിക്ക് നിർബന്ധരായി ഉണരുന്നവർ പാപം ചെയ്യാതെ ജീവിക്കും. Those who are awakened to righteousness, they will live lives that is without sin. പാപം ചെയ്തു പോയെങ്കിൽ മാനസാന്തരപ്പെട്ട് നീതിബോധത്തിലേക്ക് മടങ്ങി വരും. And if we indeed do sin, then they will come back to that righteousness, and they will come back to a life of repentance. നമുക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ പരിശോധിക്കാം. And so let us examine ourselves tonight. പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാം. If we have gone wrong, let us find repentance. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. Let us confess our sins and let us not do them anymore. അവൻ നമ്മോട് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. Because he is righteous and just to forgive us and cleanse us from all our sins. ഈ പാപം ചെയ്ത് ശുദ്ധീകരണം പ്രാപിക്കാനില്ല, പിന്നെയോ നീതിക്ക് നിർമ്മതരായി ഉണർന്ന് തുടർന്നുള്ള ജീവിതം പാപം ചെയ്യാതെ ജീവിക്കാനുള്ള നല്ല നിർണയത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And may the Spirit of God enable us to find forgiveness and cleansing in our lives, and be truly awakened and live lives that is without sin, and live a life that is pleasing unto our Heavenly Father. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുന്നു. May the precious name of our Lord and Savior Jesus Christ be glorified.